കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. ആ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിനൊരു വലിയ സന്ദേശം കൊടുക്കുകയും ചെയ്യുന്ന വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രോഗ്രാമായി നമ്മൾ ഈ പ്രോഗ്രാം ജ്യോതിർഗമയ എന്ന് പറയുന്ന പരിപാടി നമ്മൾ നിത്യവും നമ്മളുടെ TV സ്ക്രീനുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു മാധ്യമരംഗത്തെ പ്രമുഖർ കേരളത്തിലെ വിദ്യാർത്ഥികളോടും കേരളത്തെ സമൂഹത്തിനോടും കേരളത്തിൻ്റെ ജീവിതത്തോടുമൊക്കെ ഇങ്ങനെ ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്വവും ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. വിദ്യാർത്ഥികളെ എല്ലാവരും തന്നെ ഇതിൽ ഉൾച്ചേർത്തുകൊണ്ട് ഈ സന്ദേശത്തിൻ്റെ പരമാവധി വ്യാപനം സാധ്യമാക്കുന്ന ഒരു പക്ഷേ ഒരു മാധ്യമത്തിൻ്റെ സാധ്യതകളെ അതിൻ്റെ പരമാവധിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് മാറിയിട്ടുണ്ട്. കേരള ജനത ഒന്നടങ്കം, കേരളത്തിലെ യുവജനങ്ങൾ ഒന്നടങ്കം ഈ പരിപാടിയെയും ഈ പദ്ധതിയെയും നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഒരു ജനകീയ പോരാട്ടം അതിൻ്റെ ഒന്നാം ഘട്ടം വലിയ രൂപത്തിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജനകീയ അംഗീകാരം പിടിച്ചു പറ്റിയ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വീണ്ടും 24ൻ്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട പ്രോഗ്രാം നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നതിൽ ആദ്യമേ 24 ടീമിനെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഈ വിപത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പോരാടണമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഔപചാരികമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ACP ഉമേഷ് സാറെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ലഹരിക്കെതിരെ പൈമ്പ്ര സ്കൂൾ നമ്മൾ ലീഡർ ബോർഡിൽ നല്ല സ്കോർ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. നല്ല ടോപ്പ് ലെവലിൽ ലീഡർ ബോർഡിൽ നല്ല ടോപ്പ് ലെവലിൽ നിങ്ങൾ സ്കോർ ചെയ്തവർ ആദ്യം ഞങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. ഓരോ മാസവും ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതാത് മാസങ്ങളിൽ ലീഡർ ബോർഡ് സ്കോർ ചെയ്യുന്നുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്നതിന് ട്രോഫി കിട്ടും. ആ ട്രോഫി ഇവിടെ തന്നെ ആകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങൾ ഇവിടെ നിരവധി പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. ഇതിൻ്റെ ഒക്കെ ആകെ തുക ലഹരിക്കെതിരെയുള്ള ഒരു വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിലെ മുന്നണി പോരാളികളാണ് നമ്മളൊക്കെ, യോദ്ധാക്കളാണ് നമ്മൾ. ഈ യോദ്ധാക്കളാകുമ്പോൾ നമ്മൾ ആദ്യം വേണ്ട എന്താ? ഏത് യോദ്ധാവിനും വേണ്ട എന്താണ്? കരുത്ത് വേണം അല്ലേ? ഇടിക്കാൻ മാത്രം കരുത്ത് പോരാ. അടിക്കാനുള്ള കരുത്തിന് എന്ത് വേണം? ആദ്യം മനസ്സിന് കരുത്ത് വേണം, ഉറച്ച തീരുമാനങ്ങളുണ്ടാവണം. സാധാരണഗതിയിൽ പറയുന്ന ഒരു ഒറ്റ കഥ പറഞ്ഞുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് അറിയാം നിങ്ങൾക്ക്, നാളെ പത്രത്തിൽ കാണാം. ഒരു ആള് 13-14 വീടുകളിൽ കയറി പൊളിച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് നടന്നിരുന്നൊരുത്തനെ ഇന്ന് ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ്. 300 ഗ്രാം സ്വർണം, 3.25 ലക്ഷം രൂപ ക്യാഷ് തുടങ്ങി വലിയൊരു എമൗണ്ടോടുകൂടി നിരവധി കുപ്പി സാധനങ്ങൾ ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ട് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉറക്കൊഴിഞ്ഞൊക്കെ നടക്കുകയായിരുന്നു. അയാൾ പറഞ്ഞ കാര്യം, ആദ്യം ഒരു കേസ് ചെയ്തപ്പോൾ പിടിച്ചില്ല. അപ്പോൾ അവൻ്റെ വിചാരം ഇനി പിടിക്കപ്പെടില്ല എന്നുള്ള ധൈര്യമായി, അവരൊരു ഓവർ കോൺഫിഡൻസായി അവനിങ്ങനെ പൊളിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പിന്നാലെ കൂടിക്കൊണ്ടേയിരുന്നു. ഒരു കാര്യം, എവിടെ എത്ര വിദഗ്ധമായി നിങ്ങൾ ചെയ്താലും അതിലും വിദഗ്ധമായി നിങ്ങളെ പിടിക്കാൻ കേരള പോലീസുണ്ട്. എത്ര വിദഗ്ധമായി കളവ് ചെയ്താലും, എത്ര വിദഗ്ധമായി ലഹരി വിറ്റാലും അതിലും വിദഗ്ധമായി പിടിക്കാൻ കേരള പോലീസ് കൂടെ ഇവിടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത്
നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഈ കേസിലേക്ക് തന്നെ ഇന്നലെ ഒരു സപ്പോർട്ട് കിട്ടിയത് നാട്ടുകാർ വളരെ വിജിലൻ്റായി നിന്നപ്പോൾ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ വന്നു, ഇവൻ ഓടിപ്പോകേണ്ട അവസ്ഥ ഉണ്ടായി. ഓടിപ്പോയപ്പോൾ അതുവരെ വീഡിയോയിലൊന്നും കൃത്യമായി കിട്ടാത്ത ഒരാളെ ചെറിയൊരു സംശയം നമുക്ക് കിട്ടി. ഉപേക്ഷിക്കപ്പെട്ട ഒരു വണ്ടി കിട്ടി. ആ വണ്ടി കള്ള നമ്പറുള്ള വണ്ടിയായിരുന്നു. അതിൻ്റെ ഒറിജിനൽ ഓർഡറിൽ ഞങ്ങൾ എത്തി. എങ്ങനെ എത്തിയെന്ന് ഞങ്ങൾ പറയുന്നില്ല, അത് പറയാനും പാടില്ല. ഒറിജിനലെത്തി അവനെ ചെക്ക് ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് ഇവനെയും കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ അലമാര തുറപ്പിച്ചപ്പോൾ കാണുന്നത് നല്ല ജ്വല്ലറിയിലൊക്കെ പോയമാരുള്ള സാധനങ്ങളാണ്. അവനെ നമുക്ക് പൂട്ടാൻ പറ്റുമ്പോൾ മനസ്സിലാക്കേണ്ടത് കളവ് ചെയ്താൽ, തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. നിങ്ങളെല്ലാവരും പട്ടം പറത്താറുണ്ടോ? പട്ടം പറത്താൻ ഇഷ്ടമാണോ? ആണ്. ഈ പട്ടത്തിനെന്താ പ്രത്യേകത? നല്ല കളറാണല്ലേ, നല്ല ചിറകാണ്, നല്ല രസമാണ് കാണാൻ. അത് ഉയരത്തിലേക്ക് ഇങ്ങനെ പാറിപ്പോവും അല്ലേ? അങ്ങനെ ഈ കഥയിലെ പട്ടം ഉയരത്തിലേക്ക് ഇങ്ങനെ പാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കിളി അതിൻ്റെ അടുത്തേക്ക് പാറി വന്നുകൊണ്ട് ചോദിച്ചു, ഈ പട്ടത്തിനും കിളിക്ക് സംസാരിക്കാൻ പറ്റുമോ തമ്മിൽ? കഥയല്ലേ? കിളി ചോദിച്ചു, അല്ലയോ പട്ടമേ, നീ എത്ര നന്നായാണ് ഉയരത്തിലാണ് പറക്കുന്നത്, എനിക്ക് അസൂയ തോന്നുന്നു എൻ്റെ ഈ ഉയരത്തിൽ പറക്കുന്നത് കണ്ട്, നിനക്ക് എന്തൊരു നല്ല കഴിവാണ്. അപ്പം പട്ടം പറഞ്ഞു, ഓ ഇതെന്ത് കഴിവ്, ഇതിലും മേലെ പറക്കാൻ എനിക്ക് പറ്റും എന്ന് പട്ടം ഒന്നുകൂടി അഹങ്കരിച്ചു. അപ്പോൾ കിളി പറഞ്ഞു, ശരിയാണ്, ഞാനത് നോക്കി, നീ ഇതിലേറെ പറക്കേണ്ടതാണ്, പക്ഷെ നിന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നിന്നെ കെട്ടിയിരിക്കുന്ന കയറ് കൊണ്ടാണ്. ഒരു നൂല് കൊണ്ട് നിന്നെ കെട്ടി വെച്ചിരിക്കുകയല്ലേ, ആ കയറാണ് നിന്നെ തടസ്സം ചെയ്യുന്നത്. ആ കയറില്ലായിരുന്നുവെങ്കിൽ നിനക്ക് കൂടുതൽ പറക്കാമായിരുന്നു. അപ്പോൾ പട്ടം ചോദിച്ചു, അല്ല ആ കയറില്ലെങ്കിൽ എനിക്ക് പറക്കാൻ പറ്റുമോ? എന്താ സംശയം? നിനക്ക് അത്രമാത്രം കഴിവുണ്ട്, നീ കൂടുതൽ പറക്കുക, ആ കയറിൻ്റെ ബന്ധനം ഒഴിവാക്കിയാൽ മതി. പട്ടം ചോദിച്ചു, അയ്യോ അപ്പോൾ എങ്ങനെ കയറിൻ്റെ ബന്ധനം ഒഴിവാക്കും? കിളി പറഞ്ഞു, ഞാൻ അതിനുള്ള സംവിധാനം ചെയ്യാം, ആ കെട്ടി ഞാൻ പൊട്ടിച്ചു തരാം. ആ കിളി മെല്ലെ ആ നൂല് കൊത്തി പൊട്ടിച്ചു കൊടുത്തു. എന്ത് സംഭവിക്കും നൂല് പൊട്ടിയാൽ? നൂല് പൊട്ടിയ പട്ടം പോലെ എന്ന് പറയും പോലെ ആ പട്ടം വളരെ ഉയരത്തു നിന്ന് വളരെ കുത്തനെ ചിന്നും പറഞ്ഞ് ചളിക്കുണ്ടിലേക്ക് വീണുപോയി. നോക്കൂ, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വർണ്ണച്ചിറകുള്ള നന്നായി ഉയരത്തിലേക്ക് പറക്കാൻ കഴിവുള്ള പട്ടങ്ങളാണ്. ഹേ പട്ടങ്ങളെ, നിങ്ങൾ പാറി ഉയർന്നു പോകുമ്പോൾ നിങ്ങളുടെ നേരെ ഇത്തരം കിളികൾ പാറി വരാനുണ്ട്. കിളികൾ പാറി പറന്നു വരും. നന്നായി പഠിക്കണമെങ്കിൽ, നന്നായി കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ വേറെ മയക്കുമരുന്ന് ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പാറുമ്പോൾ നിങ്ങളെ പാറി ഉയരത്തിലേക്ക് പോകുന്ന നിങ്ങൾക്ക് നേരെ പ്രലോഭനങ്ങളുമായി ഇത്തരം കിളികൾ വരും. ആ കിളികൾ വരുമ്പോൾ നോ എന്ന് പറയാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. ഈ ചരട് എന്താണെന്നറിയോ? ഈ ചരട് അധ്യാപകരും വീട്ടുകാരും സമൂഹവുമൊക്കെ നമ്മളോട് പറയുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ്. മോനെ, നിങ്ങൾ എങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ആ നിർദ്ദേശങ്ങളുടെ മുകളിലാണ് നിങ്ങൾ ഉയർന്ന് പറന്നുകൊണ്ടേയിരിക്കുന്നത്. ആ നിയന്ത്രണമില്ല എങ്കിൽ നമ്മുടെ അവസ്ഥയും പാറിപ്പറക്കുന്ന എത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയാവട്ടെ, എത്രയും നല്ല സ്കോർ ചെയ്യുന്ന കുട്ടിയാവട്ടെ, ആ നിയന്ത്രണങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പടുകുത്തനെ പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് നേർവിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരെ, ആ അവരുടെ ഉയർച്ചയിലേക്കുള്ള ചരടായി നിൽക്കുന്ന അധ്യാപകരെ, രക്ഷകർത്താക്കളെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ പട്ടങ്ങൾക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഉമേഷ് സാറിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ എന്ന് പറയാവുന്ന വിദേശ ലഹരി ശൃംഖലയുടെ കണ്ണി കണ്ടെത്തുന്നത്. നമുക്കിവിടുന്ന് അധികം ദൂരമല്ലാത്ത കുന്നമംഗലത്ത് നിന്നുമുള്ള ഒരു കേസാണ്. സാധാരണഗതിയിൽ ഈ രാസലഹരി പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കും, അവരെ അറസ്റ്റ് ചെയ്യും, പിന്നെ കോടതിയിൽ ഹാജരാക്കും. ഇത് കഴിഞ്ഞ് ഇവർക്ക് വേണ്ടി ഏറ്റവും വലിയ അഭിഭാഷകർ ഹൈക്കോടതിയിലൊക്കെ ഹാജരാകും. സുപ്രീം കോടതി വരെ കേസ് നടത്താൻ വലിയ നെറ്റ്വർക്കാണ് ഇവർക്ക്.
കാരണം അത്രമേൽ വലിയ ലഹരി മാഫിയ ശൃംഖലയാണ് കേരളത്തിലുള്ളത്. ഞാൻ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിയെടുത്ത് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. രവത സാറാണെങ്കിൽ IB-യിൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു. അദ്ദേഹം മുംബൈയിൽ ബേസ് ചെയ്ത് നിരവധി നർക്കോട്ടിക് ഓപ്പറേഷൻസ് നടത്തിയതാണ്. കാരണം കപ്പലിൽ രാസലഹരി ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നതിനെ ഇന്ത്യൻ സൈന്യം ഡിഫ്യൂസ് ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഓപ്പറേഷൻ നേതൃത്വം നൽകി അദ്ദേഹം പറയാണ്, കേരളത്തിലെ കൊച്ചു കുട്ടികളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിഷ്കളങ്കരായ കുട്ടികളെ, അതിൽ MBBS വിദ്യാർത്ഥികൾ മുതൽ അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ വരെ ഈ ലഹരിയുടെ വാഹകരാവുകയാണ്. ആദ്യം ഒരു ബാഗ് കൊടുക്കും. ആ ബാഗ് ബാംഗ്ലൂരിൽ നിന്നും നേരെ കേരളത്തിലേക്ക് എത്തിച്ചാൽ, അദ്ദേഹം പറഞ്ഞ ചില സ്പോട്ടുണ്ട്, അത് ഞാൻ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ആ സ്പോട്ടിൽ എത്തിച്ചാൽ ഉടനെ തന്നെ പൈസ കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഈ കുട്ടിക്ക് തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ പോലും ഇത് നൽകുകയാണ്. അപ്പോൾ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ത്രെട്ട് നർക്കോട്ടിക് അറ്റാക്കാണ്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ്. ഒരുപക്ഷെ എന്തുകൊണ്ട് 65-ാം വയസ്സിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ അവതാരകനും 24-ൻ്റെ ചീഫ് എഡിറ്ററുമായ ശ്രീകണ്ഠൻ നായർ, നിങ്ങളൊക്കെ SKN എന്ന് വിളിക്കുന്ന ശ്രീ R ശ്രീകണ്ഠൻ നായർ, മാർച്ച് മാസത്തെ ചുട്ടുപൊള്ളുന്ന വേനൽ വെയിലത്ത് കേരളം മൊത്തം യാത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അത്രമേൽ അപകടമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ 24-ൻ്റെ ദീപക് ധർമ്മടം, ഈ വാർഡ് മെമ്പർ ദാസേട്ടൻ, നമ്മുടെ അധ്യക്ഷൻ PTA പ്രസിഡൻറ്റ്, പ്രിൻസിപ്പാൾ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ 24-ൻ്റെ നേതൃത്വത്തിൽ, SKNൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ലഹരി വേട്ടയിൽ നമ്മളും പങ്കാളികളാവുകയാണ്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറയുന്നത് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞതാണ്. നമുക്ക് ഇപ്പോൾ പഠനമാണ് ലഹരി, സ്പോർട്സാണ് ലഹരി, മറ്റ് കലയാണ് ലഹരി, ഇതാണ് ജീവിതമെന്ന ലഹരി എന്ന് നമ്മുടെ കുട്ടികൾ ഓരോന്നും ജാഗ്രതയോടെ ചിന്തിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങളും കാലങ്ങളുമായി. നമ്മളും ഈ 24-ൻ്റെ കൂടെ, കേരള പോലീസിൻ്റെ കൂടെ ഈ ലഹരി എന്ന ലഹരി വേട്ടയ്ക്കെതിരെ, മഹാവിപത്തിനെതിരെ പോരാടുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ സ്കൂളിലെ ഓരോ യൂണിറ്റും. നമ്മുടെ SPC യൂണിറ്റ്, അതേപോലെ JRC യൂണിറ്റ്, ലിറ്റിൽ കൈറ്റ്സ്, വിമുക്തി ക്ലബ്ബ് തുടങ്ങി എല്ലാ തരം ക്ലബ്ബുകളും യൂണിറ്റുകളും അധ്യാപകരുടെ സുസംഘടിതമായ നേതൃത്വത്തിൽ ഇവിടെ ലഹരിക്കെതിരെ പോരാടുകയും ഒരൊറ്റ ലഹരി വ്യാപനവും ഈ മണ്ണിൽ വാഴില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ PTA-യും രക്ഷകർത്താക്കളും ഒരു നാട് മുഴുവനും തണലായും താങ്ങായും കരുത്തായും നിന്ന് പൈമ്പ്രയിൽ നിന്ന് ലഹരിയെ ആട്ടി ഓടിച്ചിട്ട് വളരെ മുമ്പ് തന്നെ ആട്ടി ഓടിക്കപ്പെട്ടു കഴിഞ്ഞു. കുറേ കാലമായി നമ്മൾ ഈ വിദ്യാലയത്തിനകത്ത് മയക്കുമരുന്നിനെതിരായുള്ള പോരാട്ടം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളാരും ഈ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനിടപെടുന്നതിന് വേണ്ടി അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും SPC തുടങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സജീവമായി രംഗത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വിപത്തിനെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് ഈ പൈമ്പ്ര പ്രദേശത്തേക്കും ഈ സ്കൂളിലേക്കും എത്തിപ്പെട്ടിട്ടുള്ള 24 ചാനലിലെ ഇതിനെ ബന്ധപ്പെട്ട ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക്, ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. വളരെ സിമ്പിളായ ചോദ്യമാണ് കേട്ടോ. നമ്മൾ ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണെന്നറിയോ? ഈ മോൾ എന്നെ കൈ കാണിച്ചു. അപ്പോൾ മോളടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. വാ, ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് പറഞ്ഞു, ഏത് ദിവസമാണ്? ജൂൺ 26. കറക്റ്റ് ആൻസർ ആണോ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ശരി, കറക്റ്റ് ആൻസർ. ഒരു കൈയടി കൊടുക്കൂ. നിലാവിൻ പാൽമഴ പൊഴിയാറാ
പശ ചേർത്തടച്ചു കെട്ടി ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു തീമഴത്തുള്ളിയായി കരളുരുക്കി പുകക്കറ പശ ചേർത്തടച്ചു കെട്ടി ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ അറിയൂമേ സ്വാമി ഞാൻ ഉന്തൻ അടിമൈ என்று உலகமெல்லாம் എടി ചീലിപ്പെണ്ണേ ചകിരി തല്ലി തൊണ്ടിയാക്കി കയറ് വിരിക്കും ഞങ്ങൾ വേമ്പനാട്ടു തീരത്തെ പെൺമണികൾ. കാണാനഴകുള്ള കാതിലോലയിട്ട കണ്ണാടി ചില്ലുപോലെ ചിലുവെണ്ണ്. കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം സൂര്യനെ പിടിക്കണം പിടിച്ചു സ്വന്തമാക്കണം ചൊങ്കിയും മേഘാരങ്കൊള്ളാരി മത്തെങ്കൊള്ളാരിയാൽ ചൊങ്കേറുത്താലിയാറിൽ ഈണയാകുന്നേ
മാസമിൽ തിരുദൂതര ഹാദിജത്തിലുദിത്തുള്ളോരുതി മതി സ്തുതി പെറ്റോരല്ലിപ്പുലിക്കിണയാകുന്നേ അരികളും മുഹബത്തിൻ നിശൽ പാടിത്താനം മുന്തുന്നേ. മോനെ കൊന്നിട്ട് ഒരു 4 വയസ്സിൽ അങ്ങാടി തലയെടുക്കുമ്പോൾ വീട് കൊഞ്ഞു പോയതാ ഓൻ്റെ അച്ഛേ. പിന്നെ ഞാനാ നയിച്ചും നരകിച്ചോലെ പോറ്റിയത്, പഠിപ്പിച്ചു. എന്നാലും ഓനും എൻ്റെ പോലെ ലഹരിയിൽ കടിപ്പെട്ടു. എന്നോട് കാണിച്ച പരാക്രമങ്ങളെല്ലാം ഞാൻ സഹിച്ചു. എന്നാലും വീണ് കൊഴിഞ്ഞു കിടക്കുന്ന ഒരു അച്ഛനെ തിരിച്ചു കൊള്ളത് ഞാൻ കണ്ടപ്പോ എനിക്ക് നിയന്ത്രിക്കാനായില്ല. പണി കഴിഞ്ഞു വന്ന് ഞാൻ എന്റെ പണിയായത് കൊണ്ട് തന്നെ എന്റെ മോനെ തിരകളെഴുതിയ വീരഭാരത കർമ്മകാവ്യമിതാ ഹരിത സുരബില ശ്യാമതില അരിയ പാവന ജന്മകേല അതിരുകാക്കും മലകളും മലരും പുണ്യ നദികളും സംഗമിക്കുന്നു ഭാരതം സ്വർഗം. തക തക താത്തിനന്തക തെയ്താര തകദീനന്തക തെയ്താര താത്തിനന്തക തകദീനന്തക തകദീനന്തക തെയ്താര താത്തിനന്തക തെയ്താര തകദീനന്തക തെയ്താര താത്തിനന്തക തകദീനന്തക തകദീനന്തക തെയ്താര. മൈ കണ്ണിനുള്ളിൽ കൊണ്ടൻ ഉള്ളിൽ കൊത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ടേ കച്ചം കെട്ടി നിന്നെ കെട്ടാൻ നിൽപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തിയിരുന്നാണേ. വീട്ടാരും കൂട്ടുണ്ടേ, നാട്ടാരും കൂടെയുണ്ടേ, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പൂങ്കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വർണ്ണപ്പൊട്ടും കുത്തി മിന്നുകെട്ടിക്കൊണ്ടേ പോകും ജില്ലും ജില്ലാല. ജില്ലം 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 ജില്ലാല. ഏ ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ഏതിത്തറ ദിത്തറ 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 ജില്ലം ജില്ലാല. ലഹരി എന്ന മഹാവിപത്തിനെതിരെ 24 ന്യൂസ് നടത്തുന്ന ജ്യോതിർഗമയുടെ 2ാം ഘട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൈമ്പ്രയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച 24 ന്യൂസ് അംഗങ്ങളെയും ഈ വേദിയെ സമ്പന്നമാക്കിയ മെഡിക്കൽ കോളേജ് ACP ഉമേഷ് സാർ, ഈ പരിപാടി വിജയകരമാക്കിയ കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും മറ്റുള്ളവർക്കും എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു.